പ്രതിപക്ഷ നേതാവിന്റെ ചില വാദങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ഒരു യുവതി വന്ന് പരാതി നൽകിയിട്ട് പോലും അതിലൊരു നടപടി സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തനിക്ക് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത്. എന്തായാലും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള AK ഷാനിബാണ് അത്തരത്തിൽ വെളിപ്പെടുത്തൽ കൈരളിയോട് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് കേൾക്കാം. മുതിർന്ന നേതാക്കൾ പലരും എതിർത്തിട്ടും പരമാവധി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശന് ഏറ്റ തിരിച്ചടി കൂടിയാണ് നിലവിലെ വിവാദങ്ങൾ. രാഹുലിനെതിരെ പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്ന സതീശന്റെ ന്യായീകരണവും പൊളിയുകയാണ്. നടി പറഞ്ഞ ആരോപണങ്ങളിൽ സതീശനെ അറിയിച്ചതായി പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സതീശൻ ഇത് മറച്ചുവെച്ചു നടപടിയെടുത്തില്ല എന്ന ചോദ്യവും പ്രതിപക്ഷ നേതാവിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല. വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല. അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഊഹിച്ച് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ വരണ്ടേ? ചോദ്യം പറഞ്ഞത് അങ്ങയെ പോലും ആരോപണത്തിന് മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ അങ്ങാണ് സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ 3-3.5 വർഷമായി പരാതി ലഭിച്ചിരുന്നു. അന്നെല്ലാം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു എന്നാണ് വിമർശനമായി വരുന്നത്. ഒരു വിമർശനമില്ല. എൻ്റെ മുമ്പിൽ വന്ന പരാതി, ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ പൊളിയുന്ന കൂടുതൽ ആരോപണങ്ങളും പുറത്തുവരികയാണ്. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെത്തി ഒരു യുവതി പരാതി നൽകിയെന്ന് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് AK ഷാനിബ് വെളിപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ലൈംഗിക പീഡന പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്നാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വെളിപ്പെടുത്തൽ. കൃത്യമായിട്ട് ഡേറ്റ് വെച്ച് ഞാൻ പറയാം. 2022 ഫെബ്രുവരി 9 ഞാൻ ഇത് കൈരളിയിലൂടെ ഇപ്പോ ആദ്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാണ്. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോയിട്ട്, കണ്ടോൺമെന്റ് ഹൗസിൽ പോയി പ്രതിപക്ഷ നേതാവിന് നേരിട്ട് പരാതി കൊടുത്തതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പാലക്കാട് മുൻ MLA-യുമായും ഇപ്പോഴത്തെ വടകര MP ആയിട്ടുള്ള ആളുമായിട്ടും അതുപോലെ ഇപ്പോഴത്തെ പാലക്കാട് MLA-യുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾക്ക് ഇതുവരെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചെങ്കിലും രാഹുലിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ തന്നെയാണ്. പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കളും ഇക്കാര്യത്തിൽ സതീശനെതിരെ രംഗത്തുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.